ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാൽപ്പായസമാണ്. അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് പാൽപ്പായസം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഉണക്കലരിയാണ്. അപ്പോൾ അത് ഒന്ന് കഴുകി മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പായസത്തിന് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാല് അതുപോലെ നമ്മൾ എടുക്കുന്ന പാലിനനുസരിച്ചിട്ട് ലേശം ചൂടുവെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഫുള്ള് പാല് മാത്രമായിട്ട് വെക്കരുത്. നമ്മുടെ ഫുൾ ഫാറ്റ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചതച്ച ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ പായസം ഇവിടെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ബദാം മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.